സംഖ്യാപുസ്തകം അധ്യായം 27. അനന്തരം യോസേഫിൻ്റെ മകനായ മനശ്ശെയുടെ കുടുംബങ്ങളിൽ മനശ്ശെയുടെ മകൻ മാക്കീരിൻ്റെ മകൻ ശിലെയാദിൻ്റെ മകൻ ഹേഫേറിൻ്റെ മകനായ സെലോഹാദിൻ്റെ പുത്രിമാർ അടുത്തു വന്നു. അവൻ്റെ പുത്രിമാർ മഹ്ള, നോവ, ഹോഗ്ള, മിൽക്ക, തിർസ എന്നിവരായിരുന്നു. അവർ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ മോശയുടെയും ഏലിയാസാർ പുരോഹിതൻ്റെയും പ്രമാണികളുടെയും സർവ്വസഭയുടെയും മുമ്പാകെ നിന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ പിതാവ് മരുഭൂമിയിൽ വച്ച് മരിച്ചുപോയി. എന്നാൽ അവൻ ദൈവത്തിന് വിരോധമായി കോരഹിനോട് കൂടിയവരുടെ സംഘത്തിൽ ചേർന്നിരുന്നില്ല. അവൻ സ്വന്തം പാപത്താൽ അത്രേ മരിച്ചത്. അവന് പുത്രന്മാരുണ്ടായിരുന്നതുമില്ല. ഞങ്ങളുടെ പിതാവിന് മകനില്ലായകയാൽ അവൻ്റെ പേർ കുടുംബത്തിൽ നിന്ന് ഇല്ലാതെയാകുന്നതെന്ത്? പിതാവിൻ്റെ സഹോദരന്മാരുടെ കൂടെ ഞങ്ങൾക്കൊരവകാശം തരണം. മോശ അവരുടെ കാര്യം ദൈവം മുമ്പാകെ വച്ചു. ദൈവം മോശയോട് അരുളിച്ചെയ്തു, സെലോഫഹാദിൻ്റെ പുത്രിമാർ പറയുന്നത് ശരി തന്നെ. പിതൃവരുടെ ഇടയിൽ അവർക്ക് ഒരു അവകാശം കൊടുക്കണം. അവരുടെ പിതാവിൻ്റെ അവകാശം അവർക്ക് കൊടുക്കണം. നീ ഇസ്രായേൽ മക്കളോട് പറയുക, ഒരുവൻ മകനില്ലാതെ മരിച്ചാൽ അവൻ്റെ അവകാശം അവൻ്റെ മകൾക്ക് കൊടുക്കണം. അവന് മകളില്ലാതിരുന്നാൽ അവൻ്റെ അവകാശം അവൻ്റെ സഹോദരന്മാർക്ക് കൊടുക്കണം. അവന് സഹോദരന്മാർ ഇല്ലാതിരുന്നാൽ അവൻ്റെ അവകാശം അവൻ്റെ പിതൃവർക്ക് കൊടുക്കണം. അവൻ്റെ പിതാവിന് സഹോദരന്മാരില്ലാതിരുന്നാൽ നിങ്ങൾ അവൻ്റെ കുടുംബത്തിൽ അവൻ്റെ അടുത്ത ചാർച്ചക്കാരന് അവൻ്റെ അവകാശം കൊടുക്കണം. അവനത് കൈവശമാക്കണം. ഇത് ദൈവം മോശയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾക്ക് നിയമം ആയിരിക്കണം. വീണ്ടും ദൈവം മോശയോട് കൽപ്പിച്ചത്, ഈ അബാരീം മലയിൽ കയറി ഞാൻ ഇസ്രായേൽ മക്കൾക്ക് നൽകിയ ദേശം നോക്കുക എന്ന് കണ്ട ശേഷം നിന്റെ സഹോദരനായ അഹ്റോനെ പോലെ നീ നിന്റെ ജനത്തോട് ചേരും. സമൂഹത്തിൻ്റെ കലഹസമയത്ത് നിങ്ങൾ സീൻ മരുഭൂമിയിൽ വച്ച് അവർ കാണുകെ വെള്ളത്തിൻ്റെ കാര്യത്തിൽ എന്നെ ശുദ്ധീകരിക്കാതെ എൻ്റെ കൽപ്പനയെ ധിക്കരിച്ചത് കൊണ്ടത്രേ സീൻ മരുഭൂമിയിൽ റെക്കേമിലെ കലഹജലം അതുതന്നെ. അപ്പോൾ മോശ ദൈവത്തോട്, സഭ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആകാതിരിക്കുവാൻ വേണ്ടി അവർക്ക് മുമ്പായി പോകുവാനും അവർക്ക് മുമ്പായി വരുവാനും അവരെ പുറത്തു കൊണ്ടുപോകുവാനും അകത്ത് കൊണ്ടുവരുവാനും സകല ജഡത്തിൻ്റെയും ആത്മാക്കളുടെ ദൈവമായ കർത്താവേ, സഭയുടെ മേലൊരാളെ നിയമിക്കുമാറാകണമേ എന്ന് പറഞ്ഞു. ദൈവം മോശയോട് കൽപ്പിച്ചു, എൻ്റെ ആത്മാവുള്ള പുരുഷനായി നൂൻ്റെ മകനായ യോശുവയെ വിളിച്ച് അവൻ്റെ മേൽ കൈവച്ച് അവനെ പുരോഹിതനായ ഏലിയാസാരിൻ്റെയും സർവ്വസഭയുടെയും മുമ്പാകെ നിർത്തി അവർ കാണുകെ അവന് ആജ്ഞ കൊടുക്കുക, ഇസ്രായേൽ മക്കളുടെ സഭയെല്ലാം അനുസരിക്കേണ്ടതിന് നിന്റെ മഹിമയിൽ ഒരു ഭാഗം അവൻ്റെ മേൽ വയ്ക്കണം. അവൻ പുരോഹിതനായ ഏലിയാസാറിൻ്റെ മുമ്പാകെ നിൽക്കണം. അവനു വേണ്ടി ദൈവസന്നിധിയിൽ ഊരീം മുഖാന്തരം അരുളപ്പാട് ചോദിക്കണം. ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയും അവൻ്റെ കൽപ്പനപ്രകാരം പോകുകയും അവൻ്റെ കൽപ്പനാനുസരണം വരികയും വേണം. ദൈവം തന്നോട് കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു. അവൻ യോശുവയെ വിളിച്ച് പുരോഹിതനായ ഏലിയാസാരിൻ്റെയും സർവ്വസഭയുടെയും മുമ്പാകെ നിർത്തി
അവൻ്റെ മേൽ കൈവച്ച് ദൈവം മോശ മുഖാന്തരം കൽപ്പിച്ചതുപോലെ അവന് കൽപ്പന കൊടുത്തു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ.